ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗുരുവായൂർക്ക് ഒരു യാത്ര പോവുകയാണ്. ഒരു ചെറിയ പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ ഗുരുവായൂർ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോയിൽ ഗുരുവായൂർ ഒരു കടയിൽ കുറച്ച് സംഭവങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് അവിടെ പോയിട്ട് അത് മേടിക്കണം എന്ന് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നു കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ ദിവസം കുന്നംകുളം റോട്ട് കൂടെ പോകുമ്പോൾ കുറച്ച് പ്രത്യേകതകളുണ്ട്. കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി കാഴ്ചകളുണ്ട്. നവംബർ 1, 2 മരത്തങ്കോട് പള്ളിയിലെ പെരുന്നാളാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് മാല ബൾബുകളും അതേപോലെ തന്നെ കച്ചവടക്കാരൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. നമുക്ക് പെരുന്നാളിൻ്റെ ടൈമിൽ ഇതുകൂടെ പോകാനായിട്ട്. പിന്നെ ഓരോ ടീമിൻ്റെയും പന്തലുകൾ കാണാൻ പറ്റും. പിന്നെ 31-ാം തീയതി രാത്രി ഒരു മിനി പെരുന്നാളുണ്ട്. അതിനുശേഷം 1-ാം തീയതിത്തെ പെരുന്നാളാണ് കേട്ടോ അതിഗംഭീരം. രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇവിടെ പരിപാടികൾ ഉണ്ടാവും. പിന്നെ ഇതാ കണ്ടോ, ഓരോ ടീമിൻ്റെയും പന്തലുകൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമ്മുടെ പൊരി, അലുവ, അങ്ങനെ വഴിയോര കച്ചവടക്കാരുടെ ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ. 1-ാം തീയതി പകലൊക്കെ ആകുമ്പോഴത്തേനും ഇവർ സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ടാവും. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പെരുന്നാൾ അതുപോലെ പൂരമൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് അമ്മ അത് വാങ്ങിത്തരൂ, ഇത് വാങ്ങിത്തരൂ, പാവേന വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിച്ച് നടന്നിരുന്നതൊക്കെ ഇങ്ങനത്തെ കച്ചവടക്കാരെ കാണുമ്പോൾ ഓർമ്മ വരും. ഇപ്പോഴും അതിൽ പല സാധനങ്ങളും കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ തോന്നാറുണ്ട്. വാങ്ങിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ആ കുട്ടി പുറത്തേക്ക് എണിച്ച് വരും. അങ്ങനെ നമ്മളിതാ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചതിന് ശേഷം നമ്മൾ ആ കടയിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പോവാറുള്ള കട തന്നെയാണത്. പക്ഷേ നമ്മൾ വീഡിയോസ് ഒന്നും അവിടെ നിന്നിട്ട് അങ്ങനെ എടുക്കാറില്ല എന്ന് മാത്രം. ഒരുപാട് സാധനങ്ങളുള്ള, ഒരുപാട് കളക്ഷനുള്ള വലിയൊരു കടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴത്തെ ഫ്ലോറ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് ആ ചേച്ചിയുടെ അടുത്ത് വീഡിയോ എടുത്തോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. അത് കാരണം കൊണ്ട് തന്നെ കയറി വരുമ്പോഴത്തെ ആ ഒരു സെക്ഷൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. പിന്നെ നല്ല തിരക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് വളയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇവിടെ മാത്രമല്ല മുകളിലും വളയുണ്ട്, മുകളിലത്തെ ഒരു സെക്ഷനിലും വളയുണ്ട് എന്ന് പറഞ്ഞു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതുവരെ മുകളിലേക്ക് പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് മുകളിലേക്ക് പോകുന്നത്. അവിടെ വളകളുടെ കളക്ഷൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വള കണ്ടപ്പോൾ ഞാൻ കുറച്ച് വളയൊക്കെ നന്നായി സെലക്ട് ചെയ്തെടുക്കണം. എനിക്ക് ഏതേതാ എടുക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിപ്പോയി. അത് അവിടുത്തെ സെലക്ഷനുകളും കാര്യങ്ങളും കണ്ടിട്ട്. അപ്പം ഞാൻ ശങ്കരേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചിട്ട് ആളുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാൻ പിന്നെ ഫുള്ള് വള തെരച്ചിലായിരുന്നു. ഏതേതാ എടുക്കേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയായിരുന്നു. അത്രയ്ക്കധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ മുകളിൽ. വള മാത്രമല്ല എല്ലാറ്റിൻ്റെയും കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വള മാത്രം മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അതിനുള്ളൊരു ബഡ്ജറ്റ് എൻ്റെ കയ്യിലുള്ളൂ. അവിടെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ട് കൊതിയായി. വളകളിൽ തന്നെ മണ്ണ് കൊണ്ടുള്ള വളകൾ, അതുപോലെ മരം കൊണ്ടുള്ള വളകൾ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെക്ഷൻ അതിൻ്റെയാണ്, അവിടുത്തെ ചേച്ചി പറഞ്ഞതാണ്. ഈ ഒരു സെക്ഷൻ അതിൻ്റെയാണ്. പല റേറ്റിലുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ വളരെ പരിമിതമായ പൈസ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് വളരെ കുറച്ച് സാധനങ്ങളെ മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾക്ക് പൈസ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് പോയിട്ട് ഒത്തിരി കളക്ഷൻസ് മേടിച്ച് വെക്കാൻ പറ്റും. ഡ്രസ്സിന് മാച്ചായതോ അതല്ല വെച്ചെങ്കിൽ ഏത് തരത്തിലുള്ളത് വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷൻ ഫുള്ള് മരത്തിൻ്റെയും മണ്ണിൻ്റെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് അതൊക്കെ നോക്കി, നമുക്ക് മേടിക്കാൻ പറ്റില്ലെങ്കിലും നോക്കാമല്ലോ, അതൊക്കെ നോക്കി വെച്ചു. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷനിൽ ഒരുപാട് ഹൈബ്രോ പെൻസിൽ അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഷോപ്പൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ബൾക്കായിട്ട് മേടിച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കടയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് പോന്നു. നേരെ വന്നത് ചാട്ടുകുളത്തേക്കാണ്. നമ്മുടെ ചാട്ടുകുളം പണിത് നല്ല അടിപൊളി ഒരു വൈകുന്നേരമൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്പോട്ടായിട്ടുണ്ട്. അപ്പോൾ ദേ ഇവിടെ നിറച്ച് മീനുകളുണ്ട്. വെയിലടിക്കുന്ന കാരണം കൊണ്ട് ക്യാമറയിലേക്ക് കറക്റ്റായിട്ട് കാണുന്നില്ല, പക്ഷെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു. ഈ ചെറിയ ചെറിയ മീനുകളുടെ ഇടയിൽ കൂടെ കുറച്ച് വലിയ വലിയ ആൾക്കാരും പോകുന്നുണ്ട്. ഞാൻ ഈ കുളത്തിൽ പുഴയിലൊന്നും ഇത്ര വലിയ മീനിനെ കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. ഞാൻ പോയിട്ട് മറൈൻ വേൾഡിലാണ് നമ്മൾ ഈ സെറ്റ് ചെയ്ത സ്ഥലത്ത് വലിയ വലിയ മീനുകളെ കണ്ടിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പുഴയിലേക്കൊക്കെയാണ് അലക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നത്. അലക്കാൻ പോകുന്ന സമയത്തൊന്നും നമ്മൾ പുഴയിൽ ഇത്ര വലിയ മീനിനെ കണ്ടിട്ടില്ല. ഇതിൽ പോകുന്ന ചെറിയ ചെറിയ മീനുകളുണ്ടല്ലോ, അങ്ങനത്തെ മീനുകളെ കണ്ടിട്ടുള്ളൂ. മറൈൻ വേൾഡ് പോയിട്ടാണ് അത്ര വലിയ മീനിനെ കണ്ടേക്കണേ. നമ്മുടെ സാധാ ഇങ്ങനത്തെ കുളത്തിൽ ഇത്ര വലിയ മീനിനെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര അതിശയമായിട്ടുള്ളൊരു കാര്യമാണ്. നല്ല രസമുണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ ഒരു വാഴൻ്റെ ഇല കീറിയിട്ട് അവർക്ക് ഇട്ട് കൊടുത്തപ്പോൾ ആ താഴെ ഉണ്ടായിരുന്ന മീനുകൾ കംപ്ലീറ്റ് ഈ ഇലയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അടിയിൽ പോയിരുന്ന വലിയ വലിയ മീനുകൾ തന്നെ കംപ്ലീറ്റ് നമുക്ക് അവിടെ വന്നിട്ട് കാണാൻ പറ്റി. അവരെല്ലാവരും പാടെ ഈ ഇല തിന്നാൻ വേണ്ടി വന്നു. കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ ആ ഇലയുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അപ്പുറം പോയി നിന്ന് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ മീനിനെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു വലിയ മീനാണ് അവിടെ ഉള്ളതെന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞു അവിടെ കൂടുതൽ ചെറിയ മീനുകളാണ് അവിടെ ഉള്ളതെന്ന്. എന്നാൽ ശരി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കട്ടെ മീനിന്. നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നപ്പോൾ നമ്മൾ കുറച്ച് ബിസ്ക്കറ്റ് മേടിച്ച് കൊടുത്തിട്ട് ഈ ശങ്കരായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മീനുകളൊക്കെ വന്നിട്ട് എൻ്റെ പൊന്നോ എന്ത് രസമായിരുന്നു എന്നറിയോ കാണാൻ. അവിടെ വെയിൽ കുറവായിരുന്ന കാരണം കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ഓരോ ബിസ്ക്കറ്റായിട്ട് ഇട്ട് കൊടുത്തിരുന്നത്. അവിടെ ഈ മഞ്ഞ കളറിലൊക്കെ മീനുണ്ടായിരുന്നു. ഇതിൻ്റെ പേരൊന്നും പറയാൻ എനിക്കറിയില്ല. ഇതിൻ്റെ ഇത്രയും ബ്ലാക്ക് മീനിൻ്റെ ഇടയിൽ കൂടെ അങ്ങനത്തെ കളർ മീൻ പോണ് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്ത് നോക്കി. അപ്പോൾ ഓരോന്ന് ഇടുമ്പോൾ ഓരോരുത്തർക്കല്ലേ കിട്ടുള്ളൂ. പൊടിച്ചിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ ആൾ പിന്നത്തെ പ്രാവശ്യം പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തത്. ഇത് എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മളിങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കുന്ന കണ്ടിട്ട് ഒരു പട്ടി അവിടെ നിന്നിട്ട് ഞങ്ങളെന്നെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല, വേഗം അവിടുന്ന് സ്റ്റാൻഡ് വിട്ടു. അങ്ങനെ നമ്മൾ പോരുന്ന വഴി മരത്തങ്കോട് പള്ളിപ്പെരുന്നാളിന് ആന പോകുന്നുണ്ട്. അപ്പോൾ ആനയുടെ അടുത്ത് ചെന്നപ്പോഴാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയത് കേട്ടോ. എൻ്റെ ക്യാമറ ഓണായി വരുമ്പോഴത്തേനും ആനയുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നത് സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ 2 കട്ട്ലറ്റും പിന്നെ ഞാനൊരു മുട്ട ബജിയും ആളൊരു ഉഴുന്നുവടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലൈമും ഒരു സർബത്തും പറഞ്ഞു. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് ഇതാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഡയറ്റാണ്. 1 മാസത്തോളമായി നൈറ്റ് ഫുഡ് ഒഴിവാക്കിയിട്ട്. അപ്പോൾ അതിൻ്റേതായ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. സന്ധ്യ ആവണ വരെ ഫുഡ് കഴിക്കുള്ളൂ. വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടിയുടെ 1-2 നെട്ടും സ്ക്രൂ ഒക്കെ മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ആൾ. അതൊക്കെ റെഡിയാക്കി. ഇനി ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു മോതിരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. 10 രൂപയോ 15 രൂപയോ അങ്ങോട്ടാണ് കേട്ടോ അതിൻ്റെ വില. പിന്നെ കുറച്ച് സെറ്റ് വളകൾ, പിന്നെ ഒറ്റ വളകൾ അങ്ങനെ. ഇത് ഒരു വളയ്ക്ക് 20 രൂപയാണ്. ഇത് കുപ്പിയുടെ വളയാണ്. ഇത് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നൊരു വള. പിന്നെ സെറ്റ് വളയാണ് മേടിച്ചത്. ഇത് 50 രൂപയാണ്. നമ്മുടെ കുപ്പി തന്നെയാണ്. അതിൻ്റെ മുകളിൽ കിൽറ്റ് പോലത്തെ വർക്കൊക്കെ വന്നിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു വളയ്ക്ക് 10 രൂപ. ഒരു ഡിസൈൻ വളയാണ്. അത് കുപ്പി തന്നെയായിരുന്നു കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ വളയാണ്. ഒരു വളയ്ക്ക് 25 രൂപ. ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാങ്ങിച്ചത് ഇതും കുപ്പിയുടെ വളയാണ്. ഇത് 10 രൂപ. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വളകളോട് ഭയങ്കര ഒരു താല്പര്യമാണ് കേട്ടോ. വളകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.